റോമിയോയും സ്നേഹമുത്തശ്ശിയും. ലോകമെമ്പാടുമുള്ള ജനകോടികളെ അടിമുടി വിറപ്പിച്ച ഒരു മഹാമാരിയായിരുന്നു കോവിഡ്-19. ഈ രോഗത്തിന് ഹേതുവായ കൊറോണ വൈറസിന്റെ താണ്ഡവം നമ്മുടെ ഭാരത മണ്ണിൽ അരങ്ങേറാൻ തുടങ്ങിയത് 2020 ഫെബ്രുവരിയിലാണ്. ചൈനയിലെ വുഹാനിൽ നിന്നായിരുന്നു കൊറോണ വൈറസിന്റെ പടപ്പുറപ്പാട്. അതവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് കോവിഡ് കാലത്തെ ഒരു കഥ കേൾക്കാം. കോവിഡ് മഹാമാരി ഒരു കൊടുങ്കാറ്റ് പോലെ ലോകമെമ്പാടും വീശിയടിക്കാൻ തുടങ്ങിയ കാലത്താണ് ഓരോ രാജ്യവും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ തുടങ്ങിയത്. അതോടെ ലോകരാജ്യങ്ങളുടെ പടിവാതിലുകൾ ഒന്നൊന്നായി അടഞ്ഞു. ലോകത്തിലെ പള്ളിക്കുടങ്ങളായ പള്ളിക്കുടങ്ങളെല്ലാം താഴിട്ടു പൂട്ടി. സർക്കാർ ഓഫീസുകളിലേക്കും ആരും വരേണ്ടെന്നായി. തമ്മിൽ തമ്മിൽ കാണാൻ കഴിയാതെ ഉറ്റവരും ഉടയവരും നൊമ്പരപ്പെട്ടു. മരണത്തിന്റെ തുടിതാളങ്ങൾ എവിടെയും ഉയർന്നു പൊങ്ങി. ഈ അവസരത്തിലാണ് ഇറ്റലിയിലെ പലേർമോ എന്ന സ്ഥലത്ത് താമസിക്കുന്ന റോമിയോ എന്ന 11 വയസ്സുകാരൻ പയ്യന് ലണ്ടനിലുള്ള തന്റെ മുത്തശ്ശിയെ കാണണമെന്ന് കലശലായ മോഹമുണ്ടായത്. റോമിയോ നിത്യവും തന്റെ സ്നേഹമുത്തശ്ശിയെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം ഉറക്കമുണർന്ന റോമിയോ മാതാപിതാക്കളോട് പറഞ്ഞു, "പപ്പ, മമ്മ, എനിക്കെന്റെ ഗ്രാൻഡ്മയെ കാണണം." അല്പം മുമ്പും ഗ്രാൻഡ്മ വന്ന് എന്നെ കൈകൊട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ റോമിയോ, ഇത് കൊറോണ കാലമല്ലേ? ലോകം മുഴുവൻ ലോക്ക്ഡൌണിലാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അവിടെ എങ്ങനെ എത്താനാണ്? മമ്മ അവനെ മടിയിലിരുത്തി ആശ്വസിപ്പിക്കാൻ നോക്കി. അപ്പോഴേക്കും പപ്പയും അരികിലെത്തി. "മോനെ, എവിടെയും ഒരു വാഹനവും ഓടുന്നില്ല. നിരത്തുകൾ ശൂന്യമാണ്. കാറുകളും ബസ്സുകളും നല്ല ഉറക്കത്തിലാണ്. തീവണ്ടികൾ അനങ്ങാതെ കിടക്കുന്നു. ആകാശത്ത് വിമാനങ്ങൾ പറക്കുന്നില്ല. കടലിലൂടെ കപ്പലുകൾ പായുന്നുമില്ല. എല്ലാം നിശ്ചലം. പിന്നെ എങ്ങനെയാണ് നിനക്ക് പോകാനാവുക?" പപ്പയും അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. "അതൊന്നും പറഞ്ഞാ പറ്റില്ല പപ്പ. അവിടെ എന്റെ പാവം ഗ്രാൻഡ്മ ഒറ്റയ്ക്കല്ലേ. എനിക്ക് ഗ്രാൻഡ്മയെ കണ്ടേ തീരൂ." റോമിയോ കരയാൻ തുടങ്ങി. ഇറ്റലിക്കാരിയായ ജിയോവന്നയുടെയും ഇംഗ്ലണ്ടുകാരനായ ഫിൽ കോക്സിന്റെയും ഏക മകനാണ് റോമിയോ. 1 വർഷം മുമ്പ് വരെ ലണ്ടനിലുള്ള കോക്സിന്റെ വസതിയിൽ മുത്തശ്ശി റോസ്മേരിയോടൊപ്പമാണ് അവരെല്ലാം താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ജോലിയുടെ സൗകര്യാർത്ഥം ഫിൽ കോക്സ് ഭാര്യയോടും മകനോടുമൊപ്പം ഇറ്റലിയിലെ പലേർമോ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റിയത്. യഥാർത്ഥത്തിൽ മുത്തശ്ശിയെ തനിച്ചാക്കി പോന്നപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് ചെറുമകൻ റോമിയോ ആയിരുന്നു. മുത്തശ്ശിയെ ഓർത്ത് അവൻ വീട്ടിലെത്തും വരെ കരഞ്ഞു. വീണ്ടും മുത്തശ്ശിയെ കാണാൻ ലണ്ടനിലേക്ക് പറക്കാൻ കാത്തിരിക്കുമ്പോഴാണ് കോവിഡ് ലോകത്തെ വിഴുങ്ങാൻ തുടങ്ങിയത്. ലോക്ക്ഡൌൺ ആയതോടുകൂടി എല്ലാവരും ഒറ്റപ്പെട്ടു. പക്ഷേ പപ്പയുടെയും മമ്മയുടെയും സാന്ത്വന വാക്കുകൾക്ക് മകനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. അറ്റകൈക്ക് അവൻ പറഞ്ഞു, "പപ്പയും അമ്മയും എന്നെ തടയണ്ട. ഞാൻ ലണ്ടൻ വരെ നടന്നു പൊയ്ക്കൊള്ളാം. നിങ്ങൾ എനിക്ക് അനുവാദം നൽകിയാൽ മാത്രം മതി." ഒടുവിൽ മകന്റെ പിടിവാശിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തന്നെ ആ മാതാപിതാക്കൾ തീരുമാനിച്ചു. പിതാവ് കോക്സ് പറഞ്ഞു, "ഗ്രാൻഡ്മയോടുള്ള നിന്റെ സ്നേഹത്തിനു മുന്നിൽ ഞങ്ങൾ തലകുനിക്കുന്നു. ഇറ്റലിയിൽ നിന്നും കാൽനടയായി പോകാനുള്ള നിന്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ 11 വയസ്സുകാരനായ നിന്നെ ലണ്ടൻ വരെ ഒറ്റയ്ക്ക് പറഞ്ഞുവിടാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. അതുകൊണ്ട് 42കാരനായ ഞാനും നിന്നോടൊപ്പം ഉണ്ടാകും. എന്താ, സമ്മതമാണോ?" അത് കേൾക്കേണ്ട താമസം. റോമിയോ ഓടിച്ചെന്ന് പിതാവിനെ കെട്ടിപ്പുണർന്നു. അങ്ങനെ ആ പിതാവിന്റെ ഒത്താശയോടെ ലോക്ക്ഡൌൺ കാലത്ത് റോമിയോ നടത്തിയ സാഹസിക യാത്ര ആ ദിവസങ്ങളിൽ തന്നെ ഇന്റർനെറ്റ് വഴി ലോകം മുഴുവനും അറിഞ്ഞിരുന്നു. കോവിഡ് എന്ന മഹാമാരിയെയും ലോക്ക്ഡൌണിനെയും തോൽപ്പിച്ച് 2735 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് റോമിയോ തന്റെ
സ്നേഹമുത്തശ്ശിയെ കെട്ടിപ്പുണർന്നു. ഇതാണ് കഥ. എന്താ, ഇതൊരു അത്ഭുത കഥയല്ലേ? റോമിയോവിന്റെ ഈ നിശ്ചയദാർഢ്യമാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടുപഠിക്കേണ്ടത്. റോമിയോവിന്റെ കഥ മാത്രമല്ല, ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും കോവിഡ് കാലത്ത് നടന്നിട്ടുണ്ട്. കോവിഡ് വെറുമൊരു മഹാമാരി മാത്രമായിരുന്നില്ല. ലോകമെമ്പാടുമുള്ള മാനവരാശിയെ വലിയ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു മഹാനാടകം കൂടിയായിരുന്നു. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഇത് സ്തംഭിപ്പിച്ചു. നിരവധി ഉറ്റവരെയും ഉടയവരെയും നമുക്ക് നഷ്ടപ്പെട്ടു. എങ്കിലും അതിനെ അതിജീവിക്കാനുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വിജയം കണ്ടു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള വിവിധ തരം വാക്സിനുകൾ നമ്മുടെ ശാസ്ത്രലോകം കണ്ടെത്തി. കോവിഷീൽഡ്, കോവാക്സിൻ, ഫൈസർ, സ്പുട്നിക്, നോവോവാക്സ്, മൊഡേർണ, സൈഡസ് കാഡില, ജോൺസൺ ആൻഡ് ജോൺസൺ, സിനോഫാം എന്നിവയുടെ കണ്ടുപിടുത്തം കോവിഡിനെ പെട്ടെന്ന് തന്നെ പിടിച്ചുകെട്ടാൻ ലോകത്തിന് കരുത്തേകി. ലോകമുള്ളിടത്തോളം കാലം ഇതുപോലുള്ള മഹാമാരികൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുമെന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്ലേഗ്, വസൂരി, കോളറ, സ്പാനിഷ് ഫ്ലൂ, എയ്ഡ്സ് തുടങ്ങിയ മഹാമാരികൾ വളരെ കാലം മുമ്പ് തന്നെ നമ്മെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ മഹാമാരികളിൽ ഒന്നായിരുന്നു പ്ലേഗ്. 1348 1350 ഇടയിലാണ് ഈ രോഗം യൂറോപ്പിൽ മൂർധന്യത്തിലെത്തിയത്. യൂറോപ്പിൽ മാത്രമല്ല, ലോകത്തിലെമ്പാടും ഇതിന്റെ അലയടികൾ വ്യാപിച്ചിരുന്നു. 7.5 കോടിക്കും 20 കോടിക്കും ഇടയിൽ ആളുകളെ ഈ രോഗം വിഴുങ്ങിയെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. 1846 1860 ഇടയിൽ ലോകത്തെ പിടിച്ചുകുലുക്കിയ മറ്റൊരു മഹാവ്യാധിയായിരുന്നു കോളറ. വിവിധ രാജ്യങ്ങളിലായി അനേക ലക്ഷം ആളുകൾ ഈ രോഗത്തിന് കീഴടങ്ങി. 1918 പൊട്ടിപ്പുറപ്പെട്ട ഇൻഫ്ലുവൻസ ലോകമെമ്പാടും കൊടുങ്കാറ്റുപോലെ വീശിയടിച്ച ഒരു പകർച്ചവ്യാധിയായിരുന്നു. സ്പാനിഷ് ഫ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാമാരിയും ലക്ഷക്കണക്കായ ജനങ്ങളെ വിഴുങ്ങിക്കൊണ്ടാണ് കടന്നുപോയത്. HIV വൈറസുകൾ പരത്തുന്ന എയ്ഡ്സ് എന്ന മഹാരോഗം 1981 2020 ഇടയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയതും ചരിത്ര സത്യമാണ്. ഇവയുടെയെല്ലാം പിന്നാലെയാണ് ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ 2020 COVID-19 ഒരു വേട്ട മൃഗത്തെ പോലെ നമ്മുടെ മുന്നിൽ ചാടി വീണത്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കായ സഹോദരങ്ങളെ കവർന്നെടുത്തെങ്കിലും ഈ മഹാമാരിക്ക് കടിഞ്ഞാണിടാൻ മനുഷ്യന് കഴിഞ്ഞു. ഓരോ കാലഘട്ടത്തിലും ഓരോരോ വേഷങ്ങളിൽ വന്ന് ഇത്തരം ദുർഭൂതങ്ങൾ മാനവരാശിയെ നടുക്കാറുണ്ട്. എങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടെന്ന് കോവിഡ് കാലത്തെ അനുഭവങ്ങൾ തെളിയിച്ചു. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിത്തകർത്ത് മുന്നോട്ട് നീങ്ങാൻ റോമിയോ എന്ന 11കാരൻ കാണിച്ച ധീരതയും നാം നേരത്തെ കണ്ടതല്ലേ? ഇത്തരമൊരു കരുത്താണ് ഏതവസരത്തിലും നാം നേടിയെടുക്കേണ്ടത്.